നമസ്കാരം. അവകാശവാദങ്ങൾക്കായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരാണ് ഇപ്പോൾ എവിടെയും സംസാര വിഷയം. ഇതിനോടകം തന്നെ നിരവധി നേതാക്കളും സിനിമാ താരങ്ങളും ഇവർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ആശാ പ്രവർത്തകരുടെ സെക്രട്ടേറിയറ്റ് സമരത്തിന് പിന്തുണയുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സമരവേദിയിലെത്തി. സമരം ചെയ്യുന്ന പ്രവർത്തകരോട് സംസാരിച്ച സുരേഷ് ഗോപി അവർ നൽകിയ നിവേദനം സ്വീകരിക്കുകയും ചെയ്തു. സമരം ചെയ്യുന്ന മനുഷ്യരെ കാണാനാണ് വന്നത്. അവരെ കണ്ടു, അവർ പറഞ്ഞത് കേട്ടു. അവരുടെ പ്രശ്നങ്ങൾ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുമെന്ന് സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. വെറുതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ കോർപ്പറേറ്റ് സംവിധാനത്തെ മാത്രം നിങ്ങൾ അങ്ങനെ താഴ്ത്തി കാണണ്ട. പല രാഷ്ട്രീയ സംവിധാനങ്ങളും കുഴപ്പമാണ് ജനങ്ങളോട് ചെയ്തിരിക്കുന്നത്. അതെല്ലാം തോണ്ടിയെടുത്തിരിക്കും കേട്ടോ. എന്ന് പറഞ്ഞതുപോലെ ഈ വിഷയം അങ്ങനെ അവർക്കൊരു അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നുണ്ട്. രണ്ടും അതിന് പിന്നെ കേന്ദ്രത്തിനും ചെയ്യാവുന്നത് സംസ്ഥാനം ചെയ്യുന്നത് പോലെ കേന്ദ്രത്തിനും ചില നടപടികൾ ഉണ്ടാവില്ലേ? ആ നടപടിയിലേക്ക് കടക്കണമെന്ന് ഞാൻ ബഹുമാന്യനായ പ്രധാനമന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും അറിയിക്കുകയാണ്. അതാ പറഞ്ഞേ ഇത് കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ ഇത് വിഭാവനം ചെയ്ത് സ്ഥാപിതമാവുന്ന കാലത്ത് ചില മാനദണ്ഡങ്ങളുണ്ടാവും. ആ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കാൻ പ്രധാനമന്ത്രിയോട് പറയാം സംസാരിച്ചപ്പോൾ ഈ കാര്യം തന്നെയാണോ അവരും പറഞ്ഞത്? അല്ല, ഞാൻ അവരുടെ അടുത്ത് കൊടുത്ത ഒരു സൂചനയാണ്. ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. ഞാനല്ലല്ലോ തീരുമാനമെടുക്കുന്നത്. പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റും അതിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കും. പക്ഷേ അതിലേക്ക് പ്രചോദിപ്പിക്കും. അത് പക്ഷേ സമരപ്രഖ്യാപനമാണ്. അത് ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് ഞാനത് ചെയ്യാം. പക്ഷെ ഇത് ഞാൻ ചെയ്യാൻ പാടില്ല. ഈ സമരത്തിൻ്റെ ഭാഗം ഞാനല്ല. ഞാൻ സമരം ചെയ്യുന്ന മനുഷ്യരെ കാണാനില്ല, കേട്ടു. അത് എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. ആശാ പ്രവർത്തകർക്ക് അനിശ്ചിതാവസ്ഥയും അരക്ഷിതാവസ്ഥയും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിനും നടപടികൾ കൈക്കൊള്ളേണ്ടി വരും. ആ നടപടികളിലേക്ക് കടക്കണമെന്ന് പ്രധാനമന്ത്രിയോടും കേന്ദ്ര ആരോഗ്യമന്ത്രിയോടും ആവശ്യപ്പെടുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇത് കേന്ദ്ര പദ്ധതിയാണെങ്കിൽ അത് സ്ഥാപിതമായ സമയത്ത് ചില മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ആ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കാൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. 19 ദിവസം പിന്നിട്ട സമരത്തോട് സംസ്ഥാന സർക്കാർ മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും വഴിവെച്ച സമരമാണ് ആശാ പ്രവർത്തകരുടേത്. ഈ സമരത്തെ പൊളിക്കാൻ സംസ്ഥാന സർക്കാരും ഇടത് തൊഴിലാളി സംഘടനകളും ശ്രമിക്കുന്നതിനിടെയാണ് സുരേഷ് ഗോപിയുടെ സന്ദർശനം. കേന്ദ്ര സർക്കാർ പണം അനുവദിക്കാത്തതാണ് ആശാ പ്രവർത്തകരുടെ ഓഡിറ്റോറിയം വർധനവ്, വിരമിക്കൽ ആനുകൂല്യം നൽകൽ അടക്കമുള്ള കാര്യങ്ങൾക്ക് തടസ്സമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. സമരം ചെയ്യുന്ന ആശാ വർക്കർമാരെ പിരിച്ചുവിടാൻ സർക്കാർ നടപടിയെടുത്താൽ കേന്ദ്ര ഫണ്ട് തടയുമെന്നും ആശാ പ്രവർത്തകരോട് സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്കെതിരെ ഭീഷണിയുമായി CITUവിന്റെ ആശാ വർക്കേഴ്സ് യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PP പ്രേമ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ജോലിക്ക് തിരിച്ചു കയറാതെ സമരം നടത്തുന്നവർക്ക് ജോലി നഷ്ടപ്പെടുമെന്നാണ് പ്രേമ പറഞ്ഞത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരത്തിന് ഗൂഢാലോചനയുണ്ട്. തൊഴിലാളികളെ മുൻനിർത്തി സർക്കാരിന്റെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആനുകൂല്യങ്ങൾ തരാത്തവർക്കെതിരെ ഒന്നിച്ച് സമരം ചെയ്യാൻ തയ്യാറാണെന്നും പ്രേമ പറഞ്ഞു. എന്നാൽ ഇതിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉയർന്നു. എന്തിനും ഏതിനും കാരണങ്ങൾ കണ്ടുപിടിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നയം മാറ്റണമെന്ന തരത്തിലും ആരോപണങ്ങൾ ഉയർന്നു. CPM ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളും വിവിധ സാമൂഹിക സംഘടനകളും പാവപ്പെട്ട ഈ സ്ത്രീകൾ നടത്തുന്ന സമരത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട്. ഈർക്കിൽ സംഘടന നടത്തുന്ന സമരം എന്നൊക്കെ പറഞ്ഞ് ഇടത് അനുകൂല തൊഴിലാളി സംഘടനാ നേതാക്കൾ ഈ സമരത്തെ ആക്ഷേപിക്കുന്നുണ്ട്. ആശമാരുടെ ഓഡിറ്റോറിയം 230 രൂപയിൽ നിന്ന് 700 രൂപയായി ഉയർത്തണമെന്നാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം. ആശാ വർക്കർമാരുടെ പ്രതിദിന ഓഡിറ്റോറിയം 700 രൂപയായി ഉയർത്തുമെന്നത് 2021 LDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. ഇക്കാര്യം മറന്നിട്ടാണ് സർക്കാരും CPM അവരെ അധിക്ഷേപിക്കുന്നത്. എന്നാൽ ആശാ വർക്കർമാരുടെ സമരം രാഷ്ട്രീയ പ്രേരിതമെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ വിശേഷിപ്പിച്ചത്. സമരക്കാരെ ഒരു വിഭാഗം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുണ്ടെന്നും ഇടത് സർക്കാരിനുള്ള താല്പര്യമെന്നും ഇവരെ കുത്തിയിളക്കി വിട്ടവർക്കില്ലെന്നുമാണ് മന്ത്രിയുടെ ആക്ഷേപം. 2021 തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പാക്കണമെന്ന ആവശ്യത്തെക്കുറിച്ച് ധനമന്ത്രിക്ക് എന്നാൽ മിണ്ടാട്ടമില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്.
തീർത്ഥയാത്ര.com, അയൺ ബിൽഡ്, ഗുജറാത്ത്.